ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 2025 ഓഗസ്റ്റ് 24 ഇന്ന് രാവിലെ കപ്പ വാട്ടുന്നതിനെ പറ്റിയുള്ള ആലോചനാ യോഗം തുടങ്ങി. ഏതാണ്ട് 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 10 മണിയോടടുത്തു. ഞങ്ങൾ കപ്പ പൊളിച്ചു വെച്ചിരിക്കുന്നത് കഴുകാനുള്ള തിരക്കിലാണിപ്പോൾ. അമേരിക്കയിൽ നിന്ന് വന്ന എൻ്റെ അനിയൻ സെബാസ്റ്റ്യനും പൂനെയിൽ നിന്ന് വന്ന കുഞ്ഞാട്ടൻ്റെ മകൻ സുനിലും കപ്പ കഴുകി വല്ലത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സഹായിക്കാനായിട്ട് എൻ്റെ കൊച്ചുമകൻ എവിൻ കുര്യൻ തയ്യാറായി നിൽപ്പുണ്ട്. വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം പുള്ളി അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൂഞ്ഞാർ കുര്യൻ. കപ്പ അരിഞ്ഞതിന് ശേഷം കപ്പ അരിയാനായിട്ട് ഞാൻ എൻ്റെ ആയുധം സുനിലിലേക്ക് കൈമാറി. ഇവിടെ കപ്പ അരിച്ചിൽ സ്പീഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞേട്ടൻ്റെ മകൻ സുനിൽ ആണ് കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദഗ്ധമായിട്ട് കപ്പ അരിയാൻ കഴിവുള്ള സുനിലാണ് ഇവിടെ ഇപ്പോൾ കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ എബിൻ കുട്ടൻ കുര്യൻ, പൂഞ്ഞാർ കുര്യൻ്റെ കൊച്ചുമകൻ എബിൻ കുട്ടനും അമേരിക്കയിൽ നിന്ന് കപ്പ വാട്ടാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇറക്കിയ സെബാസ്റ്റ്യൻ ബ്രാവും ഒന്നിച്ച് നിന്ന് കപ്പ കഴുകാനുള്ള സമ്മേളനത്തിലാണ്. സുനിൽ അതിശക്തമായി മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പൂഞ്ഞാർ കുര്യനെ തോപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സുനിലിൻ്റെ അരിച്ചിലെ കൈ കളയരുതെന്നൊരു ചെറിയ അഭ്യർത്ഥന കൂടെ എനിക്കുണ്ട്. സുനിൽ വെരി സ്മാർട്ട്. അടുത്ത കാലത്തെ കപ്പയായിട്ട് ഞാൻ അവനെ ക്ഷണിക്കുന്നതാണ്. കപ്പ ഒരു 200 കിലോ ഇവിടെ അരിഞ്ഞ് ഞങ്ങൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഉടനെ ഇതിവിടെ വാട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പൂഞ്ഞാർ കുര്യൻ. ഇവിടെ കപ്പ കഴുകുന്ന ഭാഗമാണ്. ബക്കറ്റിലിട്ടിട്ട് കൊട്ടയ്ക്കകത്തേക്ക് കഴുകി മറിക്കുകയാണ്. അവൻ ഇങ്ങോട്ടില്ല. അതെ 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 ഞങ്ങളുടെ ഇമിറ്റേഷൻ ജ്വല്ലറിയാ. നമ്മൾ തീ കത്തിച്ചു. ഇനി ഇതിനകത്തോട്ട് ഈ പാത്രം കയറ്റണം. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഏതാണ്ട് ഒരു 6 വെള്ളം ഒഴിച്ചു. ഇനി അത് 3 വെള്ളം ആക്കണം. ഇതിൽ കപ്പ ഇട്ട് കഴിയുമ്പോൾ മൂടി വരുള്ളൂ. ഇതുകൂടി ഞാൻ മുടിച്ചോളാം. ഞെരിയും പതയൊക്കെ വന്നു. അടിയിൽ ബബിൾസ് കാണാറായി. ഏതാണ്ട് നമുക്ക് കപ്പ ഇടാം. വെള്ളം തിളയ്ക്കാറുള്ള അതിനല്ലോ. അല്ല, കഴിച്ചോ. പന പിന്നെ തെങ്ങ് പിന്നെ കൊണ്ട്. ഇത് കപ്പ കഴുകി വെച്ചിരിക്കുന്നതാണ്. വെള്ളമെല്ലാം പോയി. ഇനി ഇത് ഉടനെ എടുത്ത് അങ്ങോട്ട് ഇടുന്നതാണ്. ഞങ്ങളുടെ സ്പെഷ്യലിസ്റ്റുകൾ കപ്പ വാട്ടാനായിട്ട് വെള്ളം ഉണ്ടെന്നേ. വെള്ളം ഒഴിക്കാന്നേ. അത് മതി. ഒഴിച്ചോ ചോദിച്ചാൽ വെള്ളം ഒഴിക്കാന്നേ. ബക്കറ്റിൽ ഒഴിക്കാം. മതി മതി മതി. വെള്ളം കുറവാണെങ്കിൽ കൂടുതൽ ഒഴിക്കാം. കപ്പാട്ടിന്റെ ഭാഗം അടിച്ചോ, കുടിച്ചോ. അതെ, കള്ളൊരു എടുക്കുന്നേ ഉള്ളൂ. സെൽഫി വരുന്നേ ഉള്ളൂ. Okay. We are making our local in-house tool for mixing the kappa, the dry kappa, tapioca, which basically it's called the onka kappa. So basically when the season is not there, so you can use it. So you see what uncle is doing. He is trimming the bark of coconut leaf. The main one and the dried one. So it is trimmed from all across to give a nice shape, so that that actually will do a good job for stirring, so that this will mix. So now you can see how that will be effectively used to mix the kappa. So kappa drying making tapioca, dry tapioca or the pacha kappa or onka kappa is actually a process. Now you can see the next is stirring. So the flatness will ensure that you are able to turn it around. Yes. So there's a uniformity. So
So all the kappa is equally cooked. So you can see. So the thing is, we don't actually overfill it with water. The technique is to slowly give it a stirring so that the kappa starts to rotate. So there's a uniformity in the boiling process. So once this is about to complete, we will come back also with the next process of drying by uncle from US, our Saban uncle. So he looks like a WWF guy, but trust me, he is very humble and humorous. So just the shape and the appearance may look like that, but quite gentle. See the way he is shaking it. He is actually slightly out of practice because he has been out of India and Kerala for many years. So he may have lost some of his skills, the local skills, what we perceive. So these are all things. So that is why it is very important that even when you are international, you have to be local. So this is a classic case, but don't worry. Few days in Kerala, he will also come back. That's the thing. Yeah, sure. And with few more days, yellow color with few more days, toddy in the stomach and something going to the head, everything skills will come back, regain the knowledge, lost knowledge. അത് ഓരോരുത്തരും വന്ന് ഓരോ അഡ്വൈസ് ചെയ്ത് അത് അങ്ങോട്ട് വയസ്സ് കഴിഞ്ഞ വീഡിയോ വെക്കാനാണ്. ഇനി കപ്പ തിളയ്ക്കുവാനായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ വെളുത്ത് നിർത്തി കാണുന്നത് നമുക്ക് അടിയിലേക്ക് താഴ്ത്തി വിടണം. അടിയിലിരിക്കുന്ന നല്ലപോലെ ബോയിലായ കപ്പ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം. അതിനാൽ നമ്മൾ നല്ല തീ കൊടുത്തതിന് ശേഷം തൊര ഉപയോഗിച്ച് ഈ കപ്പയെ ഉടനെ തന്നെ ഇളക്കുന്നതാണ്. ഒരു പ്രത്യേക ടെക്നിക്കിലാണ് ഇത് ഇളക്കുന്നത്. ഉടനെ തന്നെ ആ ഇളക്കിലേക്ക് നമുക്ക് കപ്പവാട്ടിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് കപ്പ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളത്. താഴെ ഉള്ള കപ്പകൾ മുകളിലുള്ള കപ്പ താഴെ ആകത്തക്ക രീതിയിൽ പൊട്ടിപ്പോകാതെ തന്നെ ഇവനെ ഇളക്കി യോജിപ്പിക്കേണ്ടതാകുന്നു. So we continue with our video of the process of making onk kappa. So 90% of the boiling is over. So please forgive or excuse me for my tone because something is there in my mouth. But this is the ideal time. So you can see initially when we had the video, it was a pure white thing. And now you see it is turning into a yellowish, like off-white. It has already turned off-white. So this means that this is almost around 90% or just above 90%. So now you have to consistently monitor it. You have to keep on stirring. See, uncle is stirring it. And you can see the stirring has to be so gentle. Otherwise it will break it, make it too much clustered. So he's just very gently doing it. And there is a, So fire. and you see the fire also. The now the fire we are not keeping at high intensity. We are just allowing it to be on its own now. It is quite yellow. You can see I'm just giving a close up. So it is actually off-white. No way it is white. It is slightly turning to lighter yellow. Okay, now the moving. So now you see the dry. Now And the checking the uncle is testing for the consistency. So the final quality checks. So let's see what is the first RFT test. That is the right first time test. He's telling it needs some more. It needs some more cooking to be done. So we will just wait for it to happen, and then we will come back again. We'll do the next round of testing. He's taking some more samples because one sample may not be the right sample. So we are just waiting. I think some more time. Thank you. Next video is on cooking a banana. It is called a Etakya payam or Nendra payam. It's basically typical called a Kerala banana. You can see the preparation going on. So both the ends are slightly trimmed so that the
top portion and the back portion, it is slightly exposed to the inner part of the banana. And now with the balanced smoke that we had, we will be using it to directly cook those bananas directly on the wood charcoal, hot wood charcoal. So you can see now it is getting spread out. Just see the thing how that is going to happen. See, 1, 2, there goes the third one. So and the balance, and this is a typical local method of cooking which normally you cannot do it at your homes because of lot of challenges. The way this you can do it in your village or in your where you have a big backyard. So you can see now it is totally covered. So this is something similar to the way they make lap lap in the South Pacific countries, Vanuatu, Fiji and all, where they cover it with a hot stone. They dig some big hole inside the ground and they put some hot stones where they burn it. But this here they don't do it. They directly cover it with the wood charcoal. So and also the hot ashes. So this will automatically do some cooking, and it's almost a banana which is almost, you can tell, about like with cup 1 or 2 days it would have automatically got fully ripened. So we are using those bananas. So you will get a good flavor, a smoky charcoal flavor. So that we will come back in our next video. So the cooking time is how many minutes? It's roughly around 25 minutes to 20 minutes. So we'll come back later on. So we are moving it, shifting it to a paper because it's very, very hot. So be careful. There's a disclaimer. It can be really hot because we have just pulled it out. And now you can see how we are going to check it for the how much it has cooked. So you can see here. So you can see how the charcoal skin is getting removed. So anyhow the skin will be peeled off. So basically you don't just do a light tap with a good knife to ensure that all the ashes is going away, so that you don't get it inside the banana which you are going to eat. It's still in a hot condition. So you need to do it. So see, now you see it was light yellow, now it has become a proper yellow. Not exactly passion yellow, but it's a good yellow color, ready to eat. So you can see this is how you can get. കപ്പ വാട്ടിന്നതിനിടെ ഞങ്ങൾ കപ്പ ചുട്ട് കഴിക്കാമെന്നുള്ള ഇതാണ്. അതുകൂടാതെ ഞങ്ങൾ ഏത്തപ്പഴവും ചുട്ട് ഞാനീ സെബാസ്റ്റ്യൻ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അമേരിക്കയിലൊന്നും ഇതുപോലെ ടേസ്റ്റുള്ളത് കണ്ടിട്ടില്ല എന്നാണ്. അതിനുശേഷം വാട്ടി വലത്തിൽ കോരി വെച്ച് വെള്ളം പോയ കപ്പ ഞങ്ങൾ 11 മണിയോടുകൂടി പഴുതായിലേക്ക് ഇട്ടു. 2 മണി നേരത്തേക്ക് അതിനെ ഒന്ന് ഇളക്കി ശേഷം 4:30 ആയപ്പോഴത്തേനും അതിൻ്റെ 2 വശവും വെള്ളം വലിഞ്ഞെന്ന് ബോധ്യമായതിനാൽ, നല്ല സൂര്യപ്രകാശം ഉണ്ടായതിനാൽ അതിനെ ഞങ്ങൾ പെട്ടെന്ന് ട്രയറിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. സാധാരണ കപ്പ രാത്രി വാട്ടി രാവിലെ നിരത്തുകയാണ് ഉണ്ടായത്. ഞാൻ രാവിലെ വാട്ടി ഉച്ചയായപ്പോഴത്തേനും നിരത്തി. അതിനാൽ എനിക്ക് ഇലക്ട്രിക് ട്രയറുണ്ട്. സോളാർ എൻ്റെ വീട്ടിൽ ഉള്ളതിനാൽ എനിക്ക് പ്രത്യേകിച്ച് കറണ്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാത്തതിനാൽ 6 ട്രയറുള്ള എൻ്റെ വലിയ ട്രയറിലേക്ക് ഞാൻ അവനെ മാറ്റി നല്ലപോലെ അടുക്കി മുഴുവനും അതിനുള്ളിൽ പോയെന്ന് ബോധ്യമായതിനു ശേഷം എൻ്റെ കൊച്ചുമോൻ തന്നെ ട്രയർ അടച്ച് ഭദ്രമായി അടച്ചു. അതിനുശേഷം ഇലക്ട്രിക് സപ്ലൈ കൊടുക്കണം. ഉടനെ തന്നെ 4:30 ഞാൻ ഇലക്ട്രിക് ലൈൻ ഓണാക്കി. അപ്പോൾ മഞ്ഞ സിഗ്നൽ തെളിഞ്ഞു.
ഇനി നമുക്ക് അതിനെ ഹീറ്റ് ചെയ്യണം. റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് 35 ഡിഗ്രി ആയിരുന്നു. അതിനാൽ നമ്മൾ ഏതാണ്ട് 35 ഡിഗ്രിക്ക് മുകളിൽ വന്നപ്പോൾ ചുമന്ന ബട്ടൺ തെളിയുന്നതിനർത്ഥം ഇലക്ട്രിക് ലൈൻ ഓക്കെ ആണ്, സംഗതി നമ്മുടെ ഐറ്റം ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി കളയാൻ വേണ്ടി നമ്മളൊരു ഫാൻ ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. മുകളിലൊരു ചെറിയ ഫാനുണ്ട്. ഈ ഫാൻ നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അകത്തുള്ള ഹ്യൂമിഡിറ്റി വെളിയിലേക്ക് പൊക്കോളും. അത് മുകളിലൊരു ഷട്ടറുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷട്ടറാണ്. അത് അല്പം തുറന്ന് വെച്ച് ആദ്യം ഫാൻ വിടുകയാണെങ്കിൽ അകത്തുള്ള വായു പുറത്തുള്ള വായുവിനോട് കൂടി തന്നെ വെളിയിലേക്ക് പൊക്കോളും. ഇപ്പോഴത്തെ റൂം ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 35 ഡിഗ്രിയാണ്. അത് വെളിയിലുള്ള ഒരു മീറ്റർ നമുക്ക് കാണാം. പിറ്റേ ദിവസം അന്ന് ഒരു 2 മണിക്കൂർ ഹീറ്റർ ഓണാക്കിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് തന്നെ ചാർജ് ചെയ്ത് വൈകിട്ട് 4 മണിയോടുകൂടി എൻ്റെ കപ്പ നല്ലപോലെ ഉണങ്ങി കിട്ടി. ഏതാണ്ട് 10 മണിക്കൂറോളം 70 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഞാനിത് ഉണങ്ങിയെടുത്ത് നല്ല അടുപ്പുള്ള ബക്കറ്റിലേക്ക് മാറ്റി അതിനെ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതാണ്. അതിനെ ഒരു ടേപ്പും കൂടെ ചുറ്റി സീൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പൂഞ്ഞാർ കുര്യൻ.